നിലനിൽക്കുന്ന കടുത്ത യുദ്ധ പ്രതിസന്ധികൾക്കും താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകൾക്കുമിടയിൽ ഗൾഫ് മേഖലയെ ഒന്നടങ്കം ഭീതിയിലാട്ടിക്കൊണ്ട് വീണ്ടും വൻ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ആകാശ അതിർത്തി ലംഘിച്ചുള്ള നുഴഞ്ഞുകയറ്റവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അതീവ തന്ത്രപ്രധാനമായ ആണവ നിലയത്തിന് നേരെ ഉണ്ടായ വ്യോമാക്രമണവും മേഖലയിൽ പുതിയൊരു യുദ്ധഭീതിക്ക് വഴി തുറന്നിരിക്കുന്നു. ഇറാനുമായുള്ള കടുത്ത അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായ ഈ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള തുറന്ന വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ നിന്നും സൗദി ലക്ഷ്യമാക്കി കുതിച്ചുയർന്ന 3 മാരകശേഷിയുള്ള യുദ്ധ ഡ്രോണുകളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞ് വകവരുത്തിയതായി സൗദി അറേബ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതിർത്തി കടന്നെത്തിയ ഈ ഡ്രോണുകൾ വലിയൊരു അട്ടിമറിയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് റിയാദിൽ നിന്നുള്ള പ്രാദേശിക സുരക്ഷാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യൻ പാശ്ചാത്യ സാങ്കേതിക വിദ്യകളോട് കിടപിടിക്കുന്ന തങ്ങളുടെ അത്യാധുനിക റഡാറുകൾ കൃത്യസമയത്ത് ഈ ഭീഷണിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. സൗദിയിൽ ഡ്രോൺ വേട്ട നടന്ന അതേ സമയത്താണ് UAE-യിലെ അൽ ദഫ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ബറാക്ക ആണവോർജ നിലയത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. UAE-യുടെ പടിഞ്ഞാറൻ അതിർത്തി ഭാഗത്തു നിന്നും എത്തിയ 3 ഡ്രോണുകളിൽ 2 എണ്ണത്തിനെ വ്യോമസേന വിജയകരമായി വെടിവെച്ചിട്ടെങ്കിലും ഒരെണ്ണം പ്രതിരോധ വലയങ്ങൾ ഭേദിച്ച് ആണവ നിലയത്തിന്റെ പരിസരത്ത് പതിക്കുകയായിരുന്നു. അറബ് ലോകത്തെ ഏക ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ഈ ആദ്യ ആക്രമണം നയതന്ത്ര ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ആണവ നിലയത്തിനുള്ളിലെ പ്രധാന റിയാക്ടറുകൾ സ്ഥിതി ചെയ്യുന്ന സുരക്ഷിത വലയത്തിന് തൊട്ടുപുറത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിലാണ് ഡ്രോൺ വന്ന് പതിച്ചത്. ഇതേ തുടർന്ന് ജനറേറ്ററിന് തീപിടിക്കുകയും വലിയ രീതിയിൽ പുക ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആണവ നിലയത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയോ റിയാക്ടറുകളുടെ പ്രവർത്തനങ്ങളെയോ ഈ ആക്രമണം ബാധിച്ചിട്ടില്ലെന്നും വലിയൊരു ആണവ ദുരന്തത്തിനുള്ള സാധ്യതകൾ ഒഴിവായി എന്നും UAE അധികൃതർ വ്യക്തമാക്കി. അപകടത്തെ തുടർന്ന് ആണവ നിലയത്തിന്റെ 3-ാം നമ്പർ യൂണിറ്റിലെ ഊർജ വിതരണം താൽക്കാലികമായി അടിയന്തര ഡീസൽ ജനറേറ്ററുകളിലേക്ക് മാറ്റേണ്ടി വന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ പ്ലാന്റിലെയും പരിസരത്തെയും റേഡിയേഷൻ അളവുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാണെന്നും ആണവ ചോർച്ചയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലെന്നും അധികൃതർ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. എങ്കിലും തന്ത്രപ്രധാനമായ ഒരു ആണവ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വീക്ഷിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന ഇത്തരം നിഗൂഢമായ വ്യോമാക്രമണങ്ങൾക്ക് നേരെ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്ന് സൗദി ഭരണകൂടം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ മണ്ണും ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ ഏത് കടുത്ത സൈനിക ഓപ്പറേഷണൽ നടപടികൾ സ്വീകരിക്കാനും റിയാദിന് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്ന സൂചനയാണ് സൗദി നൽകുന്നത്. അതേസമയം സൗദിയിലേക്ക് ഡ്രോണുകൾ അയക്കാൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിച്ചു എന്ന ആരോപണത്തെ ഇറാഖ് ഗവൺമെന്റ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു താവളമായി ഇറാഖിനെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് ബാഗ്ദാദിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം. രാജ്യത്തിനകത്തുള്ള എല്ലാവിധ സായുധ ഗ്രൂപ്പുകളുടെയും ആയുധങ്ങളുടെയും നിയന്ത്രണം പൂർണ്ണമായും ഭരണകൂടത്തിന്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ഇറാഖ് വ്യക്തമാക്കി. എന്നിരുന്നാലും ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല അർദ്ധ സൈനിക ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ യമനിലെ ഹൂത്തി വിമതരോ ആകാം ഈ സംയുക്ത ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രതിരോധ നിരീക്ഷകരുടെ പ്രാഥമിക നിഗമനം. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നടത്തുന്ന കടുത്ത നിഴൽ യുദ്ധങ്ങളുടെ ഭാഗമായി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ സഖ്യങ്ങൾ ശ്രമിക്കുന്നത്. ബറാക്ക ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപകടകരമായ ഭീകരവാദ നീക്കം എന്നാണ് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ വിശേഷിപ്പിച്ചത്. ആക്രമണം നടത്തിയത് യഥാർത്ഥ സൂത്രധാരന്മാരായാലും അവരുടെ പ്രാദേശിക ഏജന്റുകളായാലും ഇതിന് കടുത്ത വില നൽകേണ്ടി വരുമെന്ന് UAE മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് സമാധാനപരമായ ആണവ നിലയങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം യുദ്ധമുറകളെന്നും UAE ചൂണ്ടിക്കാണിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി ഈ സംഭവത്തിൽ തന്റെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണവ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഇത്തരം സൈനിക നീക്കങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
ഒരാണവ ദുരന്തം ഒഴിവാക്കാൻ മിഡിൽ ഈസ്റ്റിലെ എല്ലാ സൈനിക ശക്തികളും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്ന് അദ്ദേഹം അടിയന്തരമായി ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒഴിവാക്കണമെന്നുമാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന ഈ കടുത്ത യുദ്ധ പ്രതിസന്ധി ആഗോള എണ്ണ വിപണിയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സങ്ങളും ഊർജ നിലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളും എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ചെറിയൊരു സുരക്ഷാ ചലനം പോലും ആഗോള സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഈ വ്യോമാക്രമണങ്ങളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നതിനായി യുഎഇയുടെയും സൗദി അറേബ്യയുടെയും സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി അത്യാധുനിക ഫോറൻസിക് റഡാർ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഇവ ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്നും കണ്ടെത്താൻ കഴിയുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. സൗദി, ഖത്തർ, ജോർദാൻ, ഈജിപ്ത്, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ അടിയന്തരമായി ഫോണിൽ ബന്ധപ്പെടുകയും യുഎഇക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യുഎഇക്ക് സൈനികമായി മറുപടി നൽകാൻ പൂർണ്ണ അവകാശമുണ്ടെന്ന് അവർ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇത് ഗൾഫ് മേഖലയിൽ ഇറാൻ വിരുദ്ധ സഖ്യം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയാണ്. ബറാക്ക ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതിയെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ഒരു വൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാമെന്ന അവസ്ഥയിലാണ് ഗൾഫ് നാടുകൾ. വരും ദിവസങ്ങളിൽ സൗദിയുടെയും യുഎഇയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന നയതന്ത്ര സൈനിക നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്.